ബലവാൻ എൻ്റെ രാജ്യം ബലവാന്മാർക്കുള്ളതാണ്, ബലമുള്ളവർ അത് കൈവശമാക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വളരെ ചെറിയ വാക്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നിയാലും ഇത് ആത്മീയതയുടെ അടിസ്ഥാനം ഇതൊക്കെ തന്നെയാണ്. ദൈവരാജ്യം ബലവാന്മാർക്കുള്ളതാണ്. ബലവാന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായിട്ട് ശക്തമായിട്ട് ജീവിക്കാനും ഒത്തിരി ആത്മീയമായിട്ട് പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും ഉപവാസം, പ്രാർത്ഥന, സഹനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിടാനൊക്കെയുള്ള ഉള്ളവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അകത്ത് ആർക്കും യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ പറഞ്ഞ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളൊക്കെ. ഈ വിശുദ്ധരായിരുന്ന മനുഷ്യർ അവരുടെ ചെറുപ്പകാലങ്ങളിൽ അല്ലെങ്കിൽ അവരൊരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു നിശ്ചിത കാലഘട്ടം വരെ എന്തുമാത്രം സഹിച്ചു, അല്ലെങ്കിൽ എന്തുമാത്രം ത്യാഗങ്ങൾ ചെയ്യേണ്ടി വന്നു, എന്തുമാത്രം അലയേണ്ടി വന്നു എന്നൊക്കെ അവരുടെ ജീവചരിത്രങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാകും. ഒരു